നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ദശാം ഇനിയും മറ്റൊരു ടീമിനെയും പരിശീലിപ്പിക്കരുത്. കിലിൻ എംബാപ്പെ പറയുകയാണ്. അത് അദ്ദേഹത്തോട് എന്തെങ്കിലും എതിർപ്പോ വിരോധമോ വിദ്വേഷമോ ഉള്ളതുകൊണ്ടല്ല. അദ്ദേഹം ഇനിയും മറ്റൊരു ടീമിനെ പോയി പരിശീലിപ്പിച്ച് അവിടെ കപ്പെടുത്ത് കൊടുക്കണ്ട എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. നമുക്കറിയാം, ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് നീണ്ടകാലം ദശാം സേവനമനുഷ്ഠിച്ചു. ഈ വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം പരിശീലക സ്ഥാനത്തുനിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. പിന്നെ അങ്ങോട്ട് എന്ന കാര്യത്തിൽ ചർച്ചകൾ പലതും കേൾക്കുന്നുണ്ട്. ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായേക്കുമെന്ന വാർത്തകൾ കൂടി വരുന്ന ഘട്ടത്തിലാണിപ്പോൾ എംബാപ്പയുടെ ഈ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. ഈ വേൾഡ് കപ്പിൽ ദിദി ദശാമിൻ്റെ ടീമിൻ്റെ നായകൻ കിലിൻ എംബാപ്പെ M6 നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണിത് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ദശാമിന് കൊടുക്കാൻ പറ്റുന്ന ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ കിരീടം നേടുക എന്നുള്ളതാണ്. അദ്ദേഹം വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിജയത്തോടു കൂടി യാത്രയാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റീസെൻറ്റ് വേൾഡ് കപ്പുകളുടെ ഹിസ്റ്ററി എടുത്താൽ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കുക. ഹോപ്പ്ഫുള്ളി ഇത് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇനി അദ്ദേഹം മറ്റൊരു ടീമിനെ പരിശീലിപ്പിക്കരുത്. അതാണ്, ഇനി വേറെ ടീമിനെ പോയി പരിശീലിപ്പിച്ച് അവിടെ കപ്പെടുക്കരുത് എന്നുള്ള ആഗ്രഹത്തിൽ പറയുന്നതാണ് ഫ്രഞ്ച് ടീമിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് ദിദി ദശാം മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയണം. അപ്പോൾ ഇറ്റലിയിലേക്ക് അദ്ദേഹം പോയേക്കും എന്നുള്ള റൂമറുകളുടെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ എംബാപ്പെ പറയുന്നൊരു കാര്യമുണ്ട്, ഐ ആം പുട്ടിങ് പ്രഷർ ഓൺ ഹിം. അതായത് ദശാമിൻ്റെ ഫ്യൂച്ചർ പ്ലാനിനെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ താൻ അദ്ദേഹത്തിൻ്റെ മേൽ പ്രഷർ ഇടുന്നുണ്ട്, സമ്മർദ്ദം ഇടുന്നുണ്ട് എന്നുകൂടി എംബാപ്പെ പറയുന്നുണ്ട്. എന്തായാലും അതെന്താവും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വേൾഡ് കപ്പാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെയാണ് ടീം എത്തിയത്. അതിന് മുമ്പത്തെ വേൾഡ് കപ്പിൽ ദശാമിൻ്റെ കീഴിൽ കിരീടം തന്നെ ചൂടിയിരുന്നു. അപ്പോൾ വീണ്ടും ഒരു വേൾഡ് കപ്പ്, ഈ വേൾഡ് കപ്പ് എത്തുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ദിദി ദശാമും സംഘവും ആഗ്രഹിക്കുന്നില്ല. എംബാപ്പെ പറയുന്നു അദ്ദേഹത്തെ കിരീടം ചൂടിക്കൊണ്ട് വിന്നറായിട്ട് ഞങ്ങൾ മടക്കി അയക്കും, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.